ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നാളെ വിഷു ആണ്. എല്ലാ കൂട്ടുകാരും വിഷുക്കണി ഒരുക്കുന്ന തിരക്കിലാണെന്നറിയാം. അപ്പോൾ ഞങ്ങളും നാളത്തേക്കുള്ള വിഷുക്കണി ഒരുക്കുവാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും വിഷു ആശംസകൾ. ഇനി അങ്ങോട്ടുള്ള എല്ലാ വർഷങ്ങളും സുഖവും സന്തോഷവും സമാധാനവും ഐശ്വര്യം നിറഞ്ഞതാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമുക്കിനി കണി ഒരുക്കാം. ആദ്യം തന്നെ നമ്മളൊരു പൂമാല വാങ്ങിച്ച് നമ്മുടെ ഡോറിന്, നമ്മുടെ പുതിയ വീടല്ലേ, അപ്പോൾ പുതിയ വീട്ടിലെ ഡോറിന് വേണ്ടി അങ്ങ് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ കൃഷ്ണനെ വെച്ചു. അതിന് മുമ്പിലായിട്ട് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് പിന്നെ കണിക്കൊന്ന കേട്ടോ. കണിക്കൊന്ന ഇപ്രാവശ്യം ഒരുപാട് കിട്ടി. കഴിഞ്ഞ വർഷമൊക്കെ നമുക്ക് ഒരു ഇച്ചിരിയും കിട്ടി, പൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കണിക്കൊന്ന. പക്ഷെ ഇപ്രാവശ്യം ഒരുപാട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ പാത്രത്തിലിട്ട് കുറച്ച് ഉണക്കലരി ഇട്ടു, അതിലേക്ക് കുറച്ച് കണിക്കൊന്ന വെച്ച് കൊടുത്ത് പിന്നെ തിരുവുടയാട വെച്ച് കൊടുത്തു. തിരുവുടയാട ഈ വർഷം തൊട്ടാണ് കേട്ടോ വെക്കുന്നത്. ഈ വർഷമാണ് ഞാൻ വാങ്ങിച്ചത്. അതിൻ്റെ വീഡിയോ എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടെന്ന്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ വെച്ച് കൊടുത്ത്. പിന്നെ മെയിനായിട്ട് ചക്ക കിട്ടിയില്ല കേട്ടോ. ബാക്കി ഒരുവിധം എല്ലാ ഫ്രൂട്ട്സും ഒക്കെ കിട്ടിയിട്ടുണ്ട്. പച്ചമാങ്ങയും പഴുത്തും അങ്ങനെയുള്ള എല്ലാം കിട്ടി. പക്ഷെ ചക്ക മാത്രം കിട്ടിയില്ല. പിന്നെ പഴം, ഓറഞ്ച്, മുന്തിരി, ആപ്പിള് അങ്ങനെയുള്ള ഐറ്റംസും വെച്ച് കൊടുത്ത്. പിന്നെ ഞാൻ ചെറിയൊരു കിഴിയനകത്തായിട്ട് അരിയും പയറ്, കടല അങ്ങനെയുള്ള ഐറ്റംസും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഓർത്ത് അത് പിന്നെ ലാസ്റ്റാണ് വെച്ച് കൊടുത്തത്. അങ്ങനെ നമ്മുടെ വിഷുക്കണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി രാവിലെ എഴുന്നേറ്റ് വിളക്ക് കത്തിച്ച് ഓരോരുത്തരെ കൊണ്ടുവന്ന് വിഷുക്കണി കാണിച്ചാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ പുതിയ വീട്ടിലെ ആദ്യത്തെ വിഷുവാണ്. അപ്പോൾ അതിന് ഒരുപാട് സന്തോഷവും ഒരുപാട് സന്തോഷമുള്ള ഒരു നിമിഷമാണ്. പിന്നെ നമ്മുടെ ഞാൻ ബുദ്ധൻ്റെ അൺബോക്സിങ് വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ സൈഡിലായിട്ട് ഒരു സ്റ്റാൻഡ് അടിച്ചിട്ട് അവിടെ വെച്ചു, നമ്മുടെ ഡോറിന് ഓപ്പോസിറ്റ് ആയിട്ട്. പിന്നെ കണിക്കൊന്ന, ഞാൻ പറഞ്ഞ കണിക്കൊന്ന ഒരുപാട് ഇപ്രാവശ്യം കിട്ടിയോണ്ട് അവിടെ ഇവിടെയും കഥകിലും ഒക്കെ കെട്ടി തൂക്കിയിട്ടുണ്ട്. എവിടെ ആയിട്ട് വന്ന് കാണുന്നതെന്ന് വെച്ചാൽ അങ്ങനെ. പിന്നെ അങ്ങനെ താണ്ട വിഷുക്കണി എല്ലാം റെഡിയായി. അപ്പോൾ എല്ലാവർക്കും ഐശ്വര്യപൂർണ്ണമായിട്ടൊരു വിഷു ആശംസിക്കുന്നു. വിഷു സദ്യയൊക്കെ ഒരുക്കി എല്ലാവരും വിഷു അടിപൊളിയായിട്ട് ആഘോഷിക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവരുടെയും സപ്പോർട്ട് കൂടെ ഉണ്ടാവണം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.